കരവുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശ്ചിതതയ്ക്കായി ബഹുമാനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവും യേശുവിന്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നമ്മുടെ മധ്യയിൽ പങ്കെടുക്കാവുന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തർപ്പിക്കുന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെയും കൺവെൻഷൻ്റെയും 19ാം രാത്രിയിലെ വാസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. കർത്താവിന്റെ ഓഫീസറുടെ നമ്മൾ വളരെ സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ് കർത്തൃദാസൻ പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മകനെ പെർത്തിൽ ഓസ്ട്രേലിയയിൽ ഞാൻ ദൈവം സൂക്ഷിക്കാൻ പോയപ്പോൾ അവിടെ അനുഗ്രഹീതമായ സഭയിലെ വർഷിപ്പ് ലീഡറായി നിൽക്കുന്നു. ജോയലിനെ കാണണ്ടേ? ജോയലല്ലേ? എത്രയോ അനുഗ്രഹമാണ് നമ്മുടെ തലമുറ യേശുവിനായി നിൽക്കുന്നത്. ഞാൻ ഒത്തിരി കല്യാണം നടത്താറുണ്ട്, പക്ഷെ കാണാറുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടെ പറയും, ദൈവദാസന് ഏത് കാലഘട്ടത്തിലും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീതമായ സുവിശേഷ പ്രസംഗം ദൈവകൃപയിൽ ജീവിക്കുന്ന ഇടമക്കളാണ്. അല്ലെങ്കിൽ ആളുകൾ പറയും, നാട് നന്നാക്കാൻ നടന്നിട്ട് വീട് നന്നാക്കാൻ ഒത്തിരി. പ്രിയ ദേവദാസൻ ജോർജ് കുട്ടി പുല്ലപ്പള്ളി പാസ്റ്റർക്ക് നാട് മാത്രമല്ല വീട് നന്നാക്കാൻ പറ്റും. ഈ നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രങ്ങളാവും. നോഹയും ലോത്തും തമ്മിലുള്ള വ്യത്യാസം, നോഹ പ്രസംഗിച്ചു, ആരെയും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ്റെ ഭാര്യ പെട്ടകത്തിൽ കയറി, അവൻ്റെ മക്കൾ 3 പേരും പെട്ടകത്തിൽ കയറി, മരുമക്കളും കയറി. ലോത്തോടി നടന്നു, സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, മക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ കൂടെ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ലോകം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ച് ആരെയും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മുടെ വെള്ളംപിള്ളേ പിള്ളേർ വിളിയപ്പെട്ടതിൽ കാണും. സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതോ ആരൊക്കെ വന്നിട്ടില്ല എന്നതോ നമ്മെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. രാത്രി നമ്മുടെ കർത്താവിൻ്റെ വാക്ക് ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ പ്രാർത്ഥനകളായിരിക്കാം. സംഭവപരമായ ഒരു വർഷം ഒരു ദൗത്യം നിർവഹണ ശേഷം നമ്മെ വിട്ട് കടന്നു പോകാൻ പോകുകയാണ്. ഈ വർഷാരംഭത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർക്കും ഈ വർഷാവസാനം കാണാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആയുസ്സ് ദീർഘമാക്കി. നമ്മേക്കാൾ മോശപ്പെട്ടവരായിട്ടല്ല അവരെല്ലാം പോയത്, നമ്മളവരെക്കാൾ നല്ലവരായിട്ട് ദൈവത്തിയതുമല്ല. ദൈവത്തിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറുന്ന ദിവസങ്ങളാകുവാൻ നമുക്ക് ദിവസം എത്തിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. പ്രാർത്ഥനകളായിരിക്കാം. പുസ്തക പ്രവൃത്തി 8ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യം ഇപ്പോൾ വായിക്കുന്നതാണ്. പുസ്തക പ്രവൃത്തി 8ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളുടെ പുരുഷാനെ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും ഉടനെ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. നിമിഷത്തിനിടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൈവമേ സ്വീകരിക്കാതെ രാത്രിയുടെ നിശബ്ദതയ്ക്കായി വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. രാത്രി എല്ലാ ദൈവങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ദൂരെ ഇരുന്ന് ആരൊക്കെ വീക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവരോടും സംസാരിക്കണമേ. വലിയ ദൈവശക്തിയുടെ വ്യാപനിക്കണം. അത് കരഞ്ഞുകളെ തൊടുന്ന രാത്രിയാണ്. ഒന്നിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാദവ ശക്തിയുടെ സ്ഥാപിച്ചു. ഈ പുസ്തകത്തോട്
പ്രവൃത്തിയുടെ മറ്റൊരു പേര് ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നാണ്. സുവിശേഷങ്ങൾ, അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമുള്ള ചരിത്രം. ഈ പണ്ടൊക്കെ ഈ ചില ടോണിക്കുകളുടെയും ടിൻഫുട്ടുകളുടെയൊക്കെ അടിയിൽ പരസ്യം വരുന്നത് എല്ലനായ ഒരു മനുഷ്യനെയും തടിയനായ ഒരു മനുഷ്യനെ വെച്ചിട്ട് എല്ലനായ മനുഷ്യൻ്റെ അടിയിൽ എഴുതും കഴിക്കുന്നതിന് മുമ്പ് തടിയനായ മനുഷ്യൻ്റെ അടിയിൽ കഴിച്ച ശേഷം. എങ്ങനെയെങ്കിൽ സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമുള്ള ചരിത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ചരിത്രം മാറ്റിയെടുക്കും. സാധാരണക്കാരായ ചില വ്യക്തികളിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവർ ചെയ്ത അസാധാരണമായ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തി. ഇന്ന് രാത്രിയുടെ ദൈവമക്കളെ, നിങ്ങൾ സാധാരണക്കാരായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അസാധാരണക്കാരായി മാറും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് അവർ സ്വന്തം പ്രാണനെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പ്രാണനേക്കാൾ അധികം യേശുവിനെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് പത്രോസൊക്കെ എടുത്തിയാട്ടക്കാരായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം എടുത്തിയാട്ടമല്ല മാറി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ധൈര്യഹീനരായിരുന്നു. തൂപ്പുകാരുടെ മുമ്പിൽ പോലും തള്ളി പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ധൈര്യശാലികളായി മാറി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് കൊല്ലുന്ന ശുശ്രൂഷയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ജീവിപ്പിക്കുന്ന ശുശ്രൂഷയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് അവർ ഒളിച്ചിരിക്കുന്നവരായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷവും പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുന്നവരായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ എന്തിനും ഏതിനും കണക്ക് പറയുന്നവരായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പശുപ്പാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നേരത്തിന് കൊടുക്കാൻ ഇത്രയും കാശാവും. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം കണക്കിലധികം വിശ്വാസം ഉണ്ടായി. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് മുമ്പ് ഇവിടെ എനിക്ക് എന്ത് കിട്ടുമെന്നായി. പത്രോസൊക്കെ വാ തുറന്നാൽ ഉടനെ പറയും, കർത്താവേ ഞങ്ങൾ സകലം വിട്ട് നിന്നെ അനുഭവിച്ചു. ഞങ്ങൾക്ക് എന്താ വിട്ടത്? ആകപ്പാടിന് നാളെ വളർന്നു വിട്ടു വലയും വിട്ടു. സാക്ഷികളായ അവസരം കിട്ടിയാൽ ഞങ്ങൾ സകലം. ഈ വിട്ടതും കിട്ടിയതും വെച്ച് നോക്കിയാൽ കിട്ടിയതാ ശ്രേഷ്ഠത. ഈ പെന്തക്കോസ്തിൽ ഇന്നും വിട്ട കാര്യം പറയാൻ എഴുന്നാക്ക, കിട്ടിയ കാര്യം ഉണ്ടതില്ല. നമ്മൾ വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമുക്ക് കിട്ടിയത്. പ്രൈസ് ലോർഡ്. ഞാൻ അവസാനമായി പറയാം, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ മുമ്പ് ജീവൻ രക്ഷിക്കാൻ ഓടിയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ജീവൻ ബലിയർപ്പിച്ച് കർത്താവിന്റെ സാക്ഷി. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ചിതറിപ്പോയവർ അവിടെ ഇവിടങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പോസ് ശമരിയ പഠിച്ചെന്ന് യേശുവിനെ കുറിച്ചുള്ള വചനം പ്രസംഗിച്ചു. ഫിലിപ്പോസ് പറയുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതിന് പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. 8-ാം അധ്യായം ആരംഭിക്കുന്നത് 1-ാം വാക്യം മുതൽ വായിച്ചാൽ 8-ന്റെ 1. സ്തെഫാനോസിനെ കൊല ചെയ്തത് ശമൂലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പൊ നീ എന്നെ ശ്രദ്ധിക്കുന്ന അവിടെ തുടക്കം ഇങ്ങനെയാണ്, യെരൂശലേമിലെ സഭയ്ക്ക് അന്ന് ഒരു ഉപദ്രവം നേരിട്ടു. ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവം അറിയാതെ അവൻ അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല. സഭയെ പീഡിപ്പിക്കാൻ ദൈവം അനുവദിച്ചു കൊടുത്തതാണ്. ദൈവം അനുവദിക്കാതെ അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. തന്റെ രക്തത്തിന്റെ വിലയർത്ഥമാണ് ദൈവസഭ. ദൈവസഭയെ തൊടണമെങ്കിൽ ദൈവം അനുവദിക്കണം.
ഇവിടെ മനോഹര പാട്ട് ഗായകൻ പാടിക്കൊണ്ടിരിക്കുക. ഒരു പഴയ പാട്ടുണ്ട്. എന്റെ ദൈവമേ മോടികളുമെല്ലാം നിർണയമവൻ എന്നീയാറിയൊന്നു കൈവച്ചോ. എന്താലയിലെ മോടികളുമെല്ലാം നിർണയമവൻ എന്നീയാറിയൊന്നു ഒന്നാം നമ്മളെന്താ പാടിയേ? പറഞ്ഞിട്ടത് കേട്ടോ. എന്താ പാടിയേ? നമ്മുടെ തലയിലെ മുടിയെല്ലാം ആരെണ്ണി അറിയുന്നു? കർത്താവ്. തലയിലെ മുടിയെണ്ണി ആരെങ്കിലും ഇരിപ്പുണ്ടോ? തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാവോ? അറിയത്തില്ല. നാളെ തലമുടി ഒന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ച് പരസ്യമായി നിങ്ങൾ തലമുടി എണ്ണരുത്. വല്ലവരും മലവെള്ളം കൊണ്ട് അപ്പിക്കാം. തലയിൽ എത്ര മുടിയുണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഈയിടെ ഒരു ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതി കണ്ടു, പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 4 ലക്ഷം തലമുടി നാളുണ്ട്. ദേവദാസ, അത് വായിച്ചപ്പോഴാണ് ഈ വാക്യത്തിന്റെ അർത്ഥം, ഈ പാട്ടിന്റെ അർത്ഥം പിടികിട്ടിയത്. രാത്രി ഓടി വന്ന ദൈവത്തിലേക്ക് 4 ലക്ഷം തലമുടി നാളിലും നിരത്തു വീണ എന്റെ ദൈവം അറിയുമെങ്കിൽ ഒരു തല മാത്രമുണ്ട് തലവേദന കർത്താവ് അറിയുന്നില്ലയോ? ഒരു വയറ് മാത്രമുണ്ട് വയറിന്റെ വിശപ്പുടയോ അറിയുന്നില്ലയോ? 2 കുഞ്ഞുങ്ങളെ തന്നവരുടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമെങ്കിൽ കരമടിച്ച് വാതുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് പിശാചി കേൾക്കപ്പാട. എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എന്താ പാടിയത്? ഞാൻ അവനുള്ളം കൈയിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ പറ്റൂ. ഞാൻ അവനുള്ളം കൈയിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു നേടുന്നതെല്ലാം ഇന്നെനിക്കു വന്നു നേടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു. സംഗീതമാണെന്നു ഞാനറിയുന്നു. എന്റെ ദൈവമേ, ഇഷ്ടം ചെയ്യുക സഭയെ പീഡിപ്പിക്കുവാൻ കൈനീട്ടി ദൈവം അനുവദിച്ചു. ഈ സഭയെ പീഡിപ്പിച്ചത് സഭയെ തകർക്കാൻ വേണ്ടിയാണ്. പക്ഷെ സഭ തകർന്നില്ല, സഭ വളർന്നു. യുവാസപ്രാർത്ഥനയുടെ 19-ാം രാത്രിയിൽ ഓടി വന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനെ പറയാം, ദുഷ്ടപിശാച് നിനക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി ചെയ്തതുപോലും നിന്റെ നന്മയാക്കി മടക്കി വരുത്തുന്ന ദൈവശക്തിയിലാക്കിയുള്ള വ്യാപരിക്കുന്നു. എല്ലാവരും ശക്തിയോടെ നിലനിന്ന് ചന്ദ്രഭാഷ പ്രസംഗിച്ച് നിനക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി, നിന്റെ സഭയ്ക്കെതിരായി പിശാച് ചെയ്യുന്നതുപോലും നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കണം. തിന്മയായ
പിടിക്കുന്നത് പോലും നമ്മുടെ കർത്താവ് നന്മയായി മടക്കി വരുത്തും. യോസഫിനെ തന്റെ സഹോദരന്മാർ പിടിച്ച് പുറത്തേക്കിട്ടത് സിംഹാസനത്തിക്കാനല്ല. എല്ലാവരും പ്രാർത്ഥിച്ചോളും. ചെറിയ കുറച്ച് നേരം പ്രാർത്ഥിച്ചോളൂ. ഞാനാണ് കുറച്ചായി ഇങ്ങനെ ലോകങ്ങൾ യാത്രകളാണ് വികാസനറിയാം. വളരെ മൈലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നാളെ രാത്രി എറണാകുളം, കഴിഞ്ഞ രാത്രി ആറന്മുളയായിരുന്നു, കഴിഞ്ഞ രാത്രി നെയ്യാറിനാക്കില്ല നമ്മുടെ BAPSിക്കാം. വലിയ യോഗങ്ങളിൽ കുറച്ച് പ്രശ്നം യോഗം വരുന്നതെന്നുള്ളതല്ല, ദൈവത്തിന്റെ ഹിതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യോസഫിനെ പിടിച്ച സഹോദരന്മാർ പൊട്ടക്കിട്ടത് സിംഹാസനത്തിക്കാൻ വേണ്ടിയല്ല, അവനെ പിടിച്ചു കൊല്ലാനാ. സ്വപ്നകാലം വരുന്നു. സ്വപ്നം എന്താണെന്നറിയാം, കൊല്ലാൻ വേണ്ടിയാണ് പിടിച്ചത്. അപ്പൊ രൂപേൻ പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട, നമുക്കിവനെ പിടിച്ചു വിട്ടേക്കാം. അവൻ രൂപേൻ ചിന്തിച്ചത് മറ്റു സഹോദരന്മാർ കാണാതെ ഇവനെ പിടിച്ചു അവരുടെ കൊണ്ടുവന്ന. അപ്പം ഒന്നാമത് ചിന്തിക്കേണ്ടത്, ഇവനെ പൊട്ടക്കിൽ ഇട്ടത് രാജാവാക്കാനല്ല, അവിടെ കിടന്ന ചത്തോട്ടം വിചാരിച്ചത്, മറ്റു സഹോദരങ്ങൾ വിചാരിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയാം, അവനെ പൊട്ടക്കിൽ ഇട്ടത് ദർശനമില്ലാതാക്കാനാണെങ്കിൽ അവന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ പടിയാക്കി ദൈവത്തിനെ മാറ്റി. രാത്രിയിൽ ഓടി വന്ന ദൈവവേദനയെ നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി ദുഷ്ടപിശാചെടുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശനമില്ലാതാക്കാൻ, നിന്റെ തലമുറയുടെ ദർശനമില്ലാതാക്കാൻ അവരൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എന്റെ കർത്താവിന് കഴിയും. അവനെ പിടിച്ചവരിട്ടത് മറ്റാരും കാണാതെ ഇവനെ പിടിച്ച് അപ്പനെടുത്ത് കൊണ്ടുപോകാനാണ്. പക്ഷേ മിദ്യാനി കച്ചവടക്കാർ വന്നപ്പോൾ രൂപേനോടില്ല. രൂപേനോടെ പോയി ദൈവം അവനെ മാറ്റി. കാരണം രൂപേനെ നീ യോസഫിനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവനെ പിടിച്ച് വീണ്ടും കൊണ്ടുപോയി അപ്പൻ്റെ വീട്ടിലാക്കും. പക്ഷെ ദൈവം അവനെ അവിടെ ഇറക്കിക്കൊണ്ടുവന്നത് തിരിച്ച് അതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാണ്. പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നിന്നെ സഹായിക്കാമെന്ന് വാക്കു പറഞ്ഞ, നിന്റെ തലമുറയെ എത്തിയാമെന്ന് പറഞ്ഞ, പേർഷ്യയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ, വിശാലരാമെന്ന് പറഞ്ഞ, നിന്റെ മക്കളുടെ കല്യാണത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞ ആരെങ്കിലും കാലു മാറിയെങ്കിൽ, കൈ ഒഴിഞ്ഞെങ്കിൽ ഭാരപ്പെടരുത്. ഇവരാരുമല്ല നിന്നെ സഹായിച്ചത്, നിന്റെ തലമുറ ഉയർത്തിയത് ഇവരാരുമല്ല, സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറ ഉയർത്തി. സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറ ഉയർത്തിയത് വരണം. ചിലർ കൈ ഒഴിയുന്ന നല്ലതിനാ. ദൈവം കൈയേക്കണ്ടവരുടെ കയ്യിൽ നിന്റെ കാര്യങ്ങൾ ചെയ്യും. ശക്തിയോടെ തന്നെ പഠിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്നെ ചിലർ കൈവിട്ടത് നല്ലതിനാ, നിന്നെ ചിലർ കൈ ഒഴിയുന്ന നല്ലതിനാ. തിന്മയായി ചെയ്യുന്നത് നന്മയാക്കുന്നവനാണ്. നമുക്ക് തിന്മയായി ചെയ്യുന്നത് പോലും നന്മയാക്കും. ഇന്ന് തിന്മയെന്ന് തോന്നുന്നതും ദൈവം നന്മയാക്കി മാറ്റും. സ്തോത്രം. ഈ മോശക്കുഞ്ഞ് ജനിച്ചപ്പോൾ 3 മാസം എഴുതിച്ചു വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അവനെ എഴുതിച്ചു വെക്കാതെ എന്തായിരുന്നറിയാമോ? ഞങ്ങളുടെ പെട്ടകമുണ്ടാക്കി അകവും പുറവും കീല് വെച്ച് ഈ കുഞ്ഞിനെ മാറി മാറി ഉമ്മ കൊടുത്ത് നീലനദിയിലേക്ക് ഒഴുക്കി. അപ്പൊ 3 മാസം അത് നോക്കി. എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. നിന്റെ പണത്തിന് സ്വാധീനതയ്ക്കൊക്കെ പരിമിതിയുണ്ട്. സ്തോത്രം. മനുഷ്യന്റെ പരമാവധി ദൈവത്തിന്റെ അവസരം. ഈ കുഞ്ഞിനെ മാറി മാറി ഉമ്മ കൊടുത്ത് നീലനദിയിലേക്ക് ഒഴുക്കി. നീലനദിയുടെ പ്രത്യേകത ചീങ്കണ്ണിയുടെ വികാരമാണ്. മനുഷ്യമാംസത്തിന്റെ ഗന്ധം അടിച്ചാൽ ഇതിനെ വെട്ടിവിടും. അവിടെയൊക്കെ വിട്ടത്. ഈ കുഞ്ഞിന് കരയാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾ പറഞ്ഞ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എങ്കിലും
ഓവേ നീ എന്നെ ചേർത്തുകൊണ്ട് നീലനദിയിലെ ആഴങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ ഇറക്കി വിട്ടു. ചീങ്കണ്ണികളുടെ വികാരങ്ങൾ. ഞാൻ ആ നീലനദിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, നൈൽ നദിയിലൂടെ. സ്വായി പോകുന്നവരൊക്കെ നമ്മൾ പോകും. അപ്പം പപ്രസ് ചെടികൾ ഇട്ടതുകൊണ്ട് വളരില്ല. അതിനിടയിലെല്ലാം കരയിലെല്ലാം ചീങ്കണ്ണികളുള്ള സ്ഥലത്തേക്ക് ഈ കുഞ്ഞിനെ ഒഴുക്കി വിട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരാജ്ഞ നീലനദിയുടെ ആഴങ്ങളിലേക്ക് പാഞ്ഞുപോയി. അത് തൊട്ടുപോകരുതെന്നാണ്. ഇന്ന് രാത്രി ദൈവവേദനെ കരയുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അവൻ ചീങ്കണ്ണികളോട് കൽപ്പിക്കും. കരയുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അവൻ അധികാരികളോട് കൽപ്പിക്കും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന നിനക്ക് വേണ്ടി അവൻ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് കൽപ്പിക്കും. കൈകൾ അടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഉന്നതന്മാരോട് കൽപ്പിക്കും. അവിടെ എഴുതിയിരിക്കുന്ന നീലനദിയിലേക്ക് ഒഴുകി വിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ചീങ്കണ്ണികൾ തൊടാൻ ദൈവം അനുവദിച്ചില്ല. അപ്പോൾ ആരവിടെ വന്നു? ഫറവോന്റെ പുത്രി അവിടെ വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഫറവോന്റെ പുത്രി അവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ അവിടെ ഒഴുകി വിടുമോ? ഇടത്തില്ല. നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി, നിന്റെ പ്ലാനല്ല ദൈവത്തിന്റെ പ്ലാൻ, നിന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉന്നതമാണ്. ഈ കുഞ്ഞിനെ കണ്ട മാത്രമേ ഒന്നിരുവൾ പറയുന്നത് വാളുടെ കീഴിൽ വിട്ടുവീണെന്നാണ്, അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുമെന്നാണ്. സ്തോത്രം, 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 സ്തോത്രം. എന്നാൽ ചീങ്കണ്ണിയോട് കൽപ്പിച്ച ദൈവം തന്നെ ഫറവോന്റെ പുത്രിയോട് കൽപ്പിച്ചു തൊട്ടുപോകരുതെന്ന്. അതെ, നിനക്ക് വേണ്ടി അവൻ ഇടപെടും. എത്ര പിതാത്രി സ്തോത്രം പറയും, വിശ്വാസത്തോടെ സ്തോത്രം പറയാൻ കഴിയും. നിനക്ക് വേണ്ടി അവൻ ചിലരോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ ഇടപെടുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി അവൻ ചിലരോട് കൽപ്പിക്കും. അവർക്ക് അവരോട് അലിവ് തോന്നി. അപ്പോൾ അടുത്ത പദം എന്താണെന്നറിയാമോ? ഈ പെണ്ണുകളെ കുറച്ച് നോക്കി നിൽക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാം വായിപ്പിക്കുന്നില്ല. അവൻ എന്തു ഭവിക്കുമെന്ന് കാണുമ്പോൾ വിധിയാൻ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആര് വന്നു? ഫറവോന്റെ പുത്രി വന്നു. ഫറവോന്റെ പുത്രി വന്നപ്പോഴത്തേക്ക് ഒരു ഞെട്ടിക്കാണും. കാരണം ഇടിവറ്റേറ്റവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതാണ്. പിശാചിനിക്ക് പറഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ടോ? പിശാചിനിക്ക് പദ്ധതി മോശക്കുഞ്ഞ് ചീങ്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ദേവദാസ ആരിൽ രക്ഷപ്പെടുന്നത്? ഫറവോന്റെ പുത്രിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിന് പിശാചിനിക്ക് പണിയാ. ചീങ്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഫറവോന്റെ പുത്രിയിൽ നിന്ന് രക്ഷപ്പെടരുത്. സ്വതന്ത്രം. പക്ഷെ അവർക്ക് അവരോട് അലിവ് തോന്നി. മോശയുടെ പെങ്ങൾ ദൂരെ നോക്കി നിൽക്കുക, എന്തു ഭവിക്കുമെന്ന്. കൂടെ ഞാൻ പറയുന്നൊരു പദം നിങ്ങൾ പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവാത്മാവ് ഉപസിക്കുന്ന പ്രാർത്ഥിക്കും നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ദാസ, നിനക്ക് എന്ത് ഭവിക്കും? നിനക്ക് നിന്റെ കുടുംബത്തിൽ എന്ത് ഭവിക്കും? നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ചെറിയ അത്ഭുതങ്ങൾ ചെയ്യും. ശക്തിയോടെ കരമടിച്ച് ആളോടെ ശക്തിയോടെ ഭാഷ വ്യക്തമായി പറയുന്നു, നിനക്ക് എന്ത് സംഭവിക്കും? നിന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് സംഭവിക്കും? നിന്റെ സഭയ്ക്ക് എന്ത് സംഭവിക്കും? നിന്റെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന നടുവിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ പോയപ്പോൾ പെങ്ങൾക്ക് സങ്കടം തോന്നി. പക്ഷേ മോശ മിസ്രയീമിലെ സകല ജ്ഞാനം അഭ്യസിക്കണമെങ്കിൽ അവിടെ പോയേക്കത്തുള്ളൂ. മിസ്രയീമിലെ കൊട്ടാരത്തിൽ പോയേക്കൂ. അത് മാത്രമല്ല, മോശ കുഞ്ഞിനെ കൊല്ലാനവിടെ ഓർമ്മിട്ടോ. അവിടെ നിന്ന് മോശന്റെ അമ്മയ്ക്ക് ശമ്പളം കൊടുക്കണമായിരുന്നു. രാത്രി ഒന്നുകൂടെ പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. എല്ലാവരും കയ്യോ ഉയർത്തിപ്പിടിച്ചാണ്.
വിശ്വാസികൾക്ക് വിളിച്ചു വിശ്വാസത്തോടെ 2024 നിന്നെ കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികളെ തകർത്തടി. 2025 നിന്നെ കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സാധാരണ പദ്ധതികളെ എന്റെ ദൈവം തകർക്കും. കരമടി ചര്യഭാഷയിൽ ദൈവത്തെ ശുശ്രൂഷകളുടെ പിശാചിനെ എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എന്റെ പദ്ധതികളെ എന്റെ ദൈവം തകർക്കും. എന്റെ ദൈവം തകർക്കും. വിശ്വാസത്തോടുള്ള ഇതിനെ കുറിച്ചുള്ള പദ്ധതികളെല്ലാം തകർക്കപ്പെടും. ഞാൻ പറയുന്നത്, നമുക്കെതിരായി പിശാച് ചെയ്യുന്നത് പോലും നമ്മുടെ നന്മയാക്കിയിരിക്കുന്നു. മോശക്കുഞ്ഞിനെ ഫറവോന്റെ പുത്രനെ ഏൽപ്പിച്ചത് തകർക്കാനാണ്. പക്ഷേ മിസ്രൈമിലെ സകല ജ്ഞാനം അഭ്യസിച്ച് പുറത്തു. പൗലോസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എഫെസോസിൽ അദ്ദേഹം എത്താതിരിക്കാൻ പലവട്ടം നോക്കി പിശാച്. എഫെസോസിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം 4 തവണയോളം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലായി. പൗലോസ് അപ്പോസ്തലനെ ജയിലിലാക്കിയത് സുവിശേഷത്തിന്റെ വാതിലടയ്ക്കാണ്. പക്ഷേ ജയിലിൽ കിടന്ന് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത്? കാരാഗൃഹ ലേഖനങ്ങൾ, പ്രിസൺ എപ്പിസ്റ്റൽസ്, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോനിന്റെ ലേഖനം, 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. എന്തിനാ കാരാഗ്രഹം അടച്ചതെന്നറിയാമോ? സുവിശേഷം വ്യാപിക്കാതിരിക്കാൻ. പക്ഷേ ഓരോ ജയിലിനകത്ത് കിടന്ന്, കാരാഗ്രഹത്തിനകത്ത് കിടന്ന് എന്തൊക്കെയാ കുത്തി കുറിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. റോമൻ പടയാളികൾക്ക് മനസ്സിലായില്ല, സകലതടവുകാർക്ക് മനസ്സിലായില്ല. പക്ഷേ ആത്മാവിലവർ മർമ്മങ്ങളെ എഴുതിയായിരുന്നു. വരും കാലത്തേക്ക് സഭയ്ക്കുള്ള ദൂത് നൽകിയായിരുന്നു. ദർശനമുള്ളവനെ എവിടെ അടച്ചാലും വെളിപ്പാടുകൾ വളരെ വന്നുകൊണ്ടിരിക്കും, ബോധികൾ കിട്ടിക്കൊണ്ടിരിക്കും. ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയാം. ഒരുത്ത പിശാചി കാണാത്തൊരു മറവിടം, പിശാചി കാണാത്തൊരു ഒളിവിടം ദൈവം തന്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി ഒരുക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 4 ലേഖനങ്ങൾ പുറത്തു വന്നു. ഈ വയോധികൻ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, എഴുതി കഴിഞ്ഞപ്പോൾ 4 ചെറുപ്പക്കാരുമായി വിദൂരത്തിലേക്ക് പാഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവമക്കളെ, നമുക്കെതിരായി ചെയ്യുന്നതും നമുക്ക് അനുകൂലമാക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, 8:4 വായിച്ചു. ചിതറിപ്പോയവർ അവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അപ്പം സഭയ്ക്ക് പീഡനം ഉണ്ടായത് ദൈവം അനുവദിച്ച. കാരണം പോസ്റ്റപ്പോളിന്റെ 1-8 വാക്യത്തിൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുന്ന ദൈവസഭ പരിശുദ്ധാത്മാവ് കാണിച്ചപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് കൊട്ടിപ്പാടി സന്തോഷിച്ചു. അവിടെ എനിക്ക് ധാരാളം ദൈവം കിട്ടി. വസ്തുവെല്ലാം വിറ്റു അപ്പോസ്തലന്മാരെ താല്പര്യപ്പെട്ട് വെച്ചു. അവർക്ക് വലിയ സന്തോഷമായി. എങ്ങും പോകണ്ട, അവിടെ തന്നെ കഴിയാൻ തുടങ്ങി. ഈ ഞാനിപ്പോഴും പറയും, ദൈവകൃപ ആഗ്രഹിച്ചാൽ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും, ഇല്ലെങ്കിൽ മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നും. ശിവദാസനോട് പറഞ്ഞ ബ്ലോക്കെ നോക്കണ്ട. ഈ ആത്മശക്തി ആഗ്രഹിക്കുന്നിടത്ത് ക്ലോക്കെ നോക്കത്തില്ല. ആത്മശക്തി ആഗ്രഹിക്കുന്നിടത്ത് ഇപ്പോഴെ തീരില്ല അല്ലാതെ എപ്പോ തീരുമെന്ന് പറഞ്ഞു. നിന്റെ സഭയിൽ ആത്മശക്തി വ്യാപരിച്ചാൽ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. പോകാൻ നാം ഇവിടെ ഇരിക്കുന്നത് പോകാൻ തോന്നിയില്ല. അപ്പം ദൈവത്തിന്റെ സഭയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഭൂലോകമൊക്കെ പോയി സുവിശേഷം അറിയിക്കണമെന്നായിരുന്നു. എന്നാൽ ഭൂലോകമൊക്കെ പോയി സുവിശേഷം അറിയിക്കേണ്ട സഭ ഉടനും പോകാതെ കൊട്ടിപ്പാടിയിരുന്നപ്പോൾ ദൈവം പദ്ധതി ഇട്ടു അവരെ ചിതറിക്കുക. സ്വതന്ത്രം. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ചിതറിപ്പോയവർ അവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അവരെല്ലാം സുവിശേഷകരായി മാറി. അതാ ഞാൻ പറഞ്ഞത്, എതിരായി ചെയ്തതോട് നന്മയാക്കും. വേദോസ് വാക്യമുണ്ട്, കൈസരുടെ അരമനയുള്ളവർ നിനക്ക് വന്ദനം ചെയ്തു.
അയ്യോ, ഇതിൽ എവിടെയെങ്കിലും പീഡ ആരംഭിക്കുന്നെങ്കിലോ അവിടെ കൂട്ടായ്മ ആരംഭിക്കും ദൈവം. എവിടെയെങ്കിലും പ്രതികൂലം ആരംഭിക്കൽ ഓർത്തോണം, നിന്നെ ആള് വിട്ട് വിളിപ്പിക്കും. മോശെ ആട്ടി ഓടിച്ചവൻ ആള് വിട്ട് വിളിപ്പിച്ചതുപോലെ നിന്നെ ആട്ടി ഓടിക്കുന്നവൻ ആള് വിട്ട് വിളിപ്പിക്കുന്ന ദിവസം വരും. പരിശുദ്ധാത്മാവിനെ പ്രവചിക്കുന്നു, നിനക്ക് കടന്നുചെല്ലാൻ കഴിയാത്തിടത്ത് നിന്റെ റൂമിൽ മുട്ടുകുത്തി കരഞ്ഞാൽ ദൈവത്തിന്റെ കരം കടന്നിയെന്ന് തന്നെ ചെയ്തിട്ട് മടങ്ങി വരും. വിവാസ പ്രാർത്ഥന വെറുതെയാകത്തില്ല. നിങ്ങൾ ഇവിടെ സ്തോത്രം പറയുമ്പോൾ, നിങ്ങളുടെ അന്യഭാഷ പറയുമ്പോൾ, നിങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആകാരങ്ങളിൽ ചില ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. നിശ്ചയമായും ദേശത്തിലേക്ക് ദൈവത്തിന്റെ കരം ഇറങ്ങി ചെല്ലയോ. ശക്തിയോടെ കരമടി ശരീരഭാഷ ദൈവത്തെ സ്തുതിച്ചാൽ ചിന്തരിപ്പോയോ അവിടെ വേണമെങ്കിൽ സഞ്ചരിച്ചു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഫിലിപ്പോസ് ശമര്യ പഠിച്ചത് യേശുവിന്റെ സുവിശേഷം അറിയിച്ചു. ആരാണ് ഫിലിപ്പോസ്? 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പ്രവൃത്തി 6:1. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനപ്രതിയുള്ള ശുശ്രൂഷ ഉപേക്ഷയെ വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരൻ വെറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിൽ വചന ശുശ്രൂഷ കുറിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിലൊക്കെ ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, നിക്കാനോ, തിമോൻ, പർമെനോസ്, യഹൂദ മഹാരാജായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരെ നിർത്തി അവർ പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നതിനെയാണ് മേശകൾ ശുശ്രൂഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേർ എന്ന് പറഞ്ഞാൽ പലവചന കാര്യങ്ങളൊക്കെ നോക്കാനും ഭക്ഷണം മുടക്കി കൊടുക്കാനും ഒക്കെ തെരഞ്ഞെടുത്ത 7 പേരാണ്. അതിൽ 2 പേരായിരുന്നു സ്തെഫാനോസും ഫിലിപ്പോസും. ഇവിടെ എഴുതിയത് 11 ശ്രദ്ധിക്കണം. ഞങ്ങളോ വചന ശുശ്രൂഷയും പ്രാർത്ഥനയും ചെയ്യും. ഞങ്ങൾ പ്രസംഗിച്ചോളാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ വരണ്ട, നിങ്ങൾ മേശമേലൊക്കെ ശുശ്രൂഷിക്കുക, അപ്പോൾ ഒക്കെ വിളമ്പി കൊടുക്കുക, അങ്ങനെ തിരഞ്ഞെടുക്കുക. അപ്പം അവിടെ തന്നെ എഴുതിയിരിക്കുന്നത് മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എഴുതിയിരിക്കുന്നത്? ആത്മാവും വിശ്വാസവും പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറഞ്ഞവൻ. ആത്മാവും നിറഞ്ഞവൻ, ജ്ഞാനം നിറഞ്ഞവൻ, പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ. മേശമേൽ സൂക്ഷിക്കാൻ. ഞാൻ കൂടെ പറയും, ഒഴിവും തെളിവില്ലാത്തവനെന്നും സെക്രട്ടറിയുടെ ഒരാളാകരുത്. ജ്ഞാനം നിറഞ്ഞവൻ, പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ. എന്തോ പരിശുദ്ധാത്മാവുള്ളവനെയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വരെ തെരഞ്ഞെടുത്തത്. നല്ല സാക്ഷിയുള്ളവനെ. പണ്ട് സാറപ്പച്ചൻ്റെ കാലത്ത്, ഈബ്രാഹിം സാറിൻ്റെ കാലത്ത് ഇതുപോലൊന്നും ടെൻറ്റ് കൊടുക്കാനൊന്നും കാശില്ല. അന്ന് മുളയും ഈറയും ഓലമടലും കൊണ്ടുവന്ന് പന്തലുണ്ടാക്കിയായിരുന്നു. പണ്ട് പന്തക്കുസ്കാരം മുഴുവൻ അങ്ങനെയായിരുന്നു. ഇതുപോലെ ദൂരെ ഉണ്ടോ ഓലക്കീറിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ പായം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓലഷെട്ടായിരുന്നു, എന്നിട്ട് ആർപ്പാടി പെട്രോൾ മാക്സ്. പക്ഷെ അതിനകത്തിരുന്ന് അനുഭവിച്ച ആത്മവ്യാപാരം AC റൂമിലില്ല. അപ്പം പന്തലിടുമ്പോൾ പന്തല് വലിയ കവുക ഇങ്ങനെ പന്തലിന് തൂട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന കുഴിമാന്തത. അപ്പം കെ പ്രകാശാല എന്ന് അവരോട് ചോദിച്ചു, മോനെ നീ അഭിഷേകം പ്രാപിച്ചതാണ്? നമ്മളില്ല പച്ച, നമ്മൾ എഴുന്നേറ്റ് പോയ അഭിഷേകം പ്രാപിക്കണം. അന്ന് കുമ്പനാട് പന്തലിന് കാല് നാട്ടണ അഭിഷേകം പ്രാപിക്കണമായിരുന്നു. പിന്നെ എത്ര കൗൺസിലങ്ങൾക്ക് അഭിഷേകമുണ്ട്. പണ്ട് തമ്പേരടിക്കണമെങ്കിൽ, ഹോളിൽ തമ്പേരടിക്കണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചവനെയൊക്കെ തൊള്ളാൻ പോയി അഭിഷേകം പ്രാപിച്ചിട്ട് വളർന്നു. ഇത് കൊട്ടുന്നവൻ ആത്മാവില്ല. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ കൂടെ പറയുമ്പോൾ പത്രോസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ ആത്മാവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന കൈയടിയും തമ്പേറും മുകളിലൊന്നും വേണ്ട. ദൈവത്തിന്റെ അഭിഷക്തന്മാർ പ്രസംഗിക്കുമ്പോൾ ആത്മാവ് വരും. ഞാൻ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നവനാണ്. ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ തന്നെ ആത്മാവിൽ തന്നെ ആരാധിക്കുന്നത്, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്നത്,
ഭൂതാത്മാക്കൾ അലറിയോടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്റർ, ഞാൻ സത്യം പറയാം, ഞങ്ങൾ കുഞ്ഞിലെ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ ലോകത്തി പാസ്റ്റർ ചില ഒരാഴ്ച നമ്മുടെ ദൈവങ്ങളാണ്. ഞങ്ങൾ ഈ സൺഡേ സ്കൂളിൽ ചെന്നപ്പോൾ ഈ സൈഡിലാണ് 2-3 മുറിയുണ്ട്, പാഴ്സനെ 2 മുറിയുണ്ട്. ആ സൈഡിൽ ഭൂതന്മാക്കളിട്ടില്ല, ഭൂതം ബാധിച്ചത്, ഭ്രാന്ത് പിടിച്ചവർ കയ്യൊക്കെ കെട്ടിയിടും. അവരിങ്ങനെ കൈക്കൂലിയും കോഷ്ടിയൊക്കെ കാണിക്കും, കണ്ണു തൊല്ലിയൊക്കെ കാണിക്കും. ഞങ്ങൾ പേടിക്കും, പിള്ളേരല്ലേ. സ്വാഭാവികമാകുമ്പോൾ ഈ കൊച്ചുകളെ എല്ലാം കൂടെ പഴക്കി ഇങ്ങോട്ട് കൊണ്ടിടും. ഇത് നടുക്കങ്ങോട്ട് ഇരുത്തി ആരാധനയാണ്. ഇങ്ങോട്ട് ആരാധന തുടങ്ങുമ്പോൾ അയ്യോ തീയാണേ ഇരിക്കാമിയായേ ഞങ്ങൾ എല്ലോ നിലവിളിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭൂതവും ഇല്ലയോ ഭൂതം പോലും ഭൂതമുണ്ട്, ഉള്ള ഭൂതം അല്ലാണ്ട് അഫർമേഷൻ നിന്നോണ്ടിരിക്കുകയാണ്. ആത്മാവും ജ്ഞാനം പറഞ്ഞു. പണ്ടൊരു സഭയിൽ പ്രശ്നമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഇപ്പൊ എല്ലാം കേസും കുഴപ്പമില്ലേ. പണ്ട് കുറച്ചായിരുന്നു കൂടിയത്. അപ്പം കേസ് പോയി. എന്താ നടന്ന കാര്യം അഭിമാനില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു. എന്താ നടന്നെന്നറിയാമോ? അത് ഞങ്ങളുടെ സെക്രട്ടറി അന്യഭാഷ പറയുന്നവനല്ല, ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ വാസ്തവം അന്യഭാഷ പറയണം. കേസ് പോയി. കേസ് കൊണ്ട് കൊടുത്തപ്പോൾ അവിടിരിക്കുന്ന ജഡ്ജി പട്ടര അതേ അവിടെ നിന്ന് ചോദിച്ചു, വാട്ട് ഈസ് അന്യഭാഷ? ഒരു വാട്ട് ഈസ് അന്യഭാഷ? അപ്പം ഇയാളുടെ വക്കീല് പറഞ്ഞു, അത് കലിമില്ല എന്ന് ആർക്കും മനസ്സിലാകാതെ പറയുന്ന കാര്യം. അപ്പം പാസ്റ്റർ ജഡ്ജി പറഞ്ഞു, എടാ കലിമില്ലാത്തവനെ അവിടെ പറയുന്നവനാണ് സെക്രട്ടറി, ഇത് പറയാത്തവനാ യോഗ്യൻ, അവൻ തന്നെ ഇരിക്കേണ്ടത്. കേസിന് പോയാൽ ഇങ്ങനെയാണ്, അവർ കേൾക്കും നോക്കുക അറിയില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, ജ്ഞാനം നിറഞ്ഞവൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, നല്ല സാക്ഷ്യമുള്ളവൻ. ഇതാണ് നമ്മുടെ പരാജയം. ഇന്ന് സഭകൾക്ക് ഭക്തനെ വേണ്ട, മിടുക്കനെ മതി. വിശുദ്ധനെ വേണ്ട, ബിരുദനെ മതി. ആത്മപൂർണനെ വേണ്ട, ബുദ്ധിരാക്ഷസന്മാരെ മതി. നേരുള്ളവനെ വേണ്ട, വളഞ്ഞു വഴിക്കാരനെ മതി. എന്നാൽ കർത്താവിന് ആവശ്യം വിശുദ്ധന്മാരെയാണ്, ഭക്തന്മാരെയാണ്. സ്തോത്രം സ്തോത്രം. ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ മേശമേൽ സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേർ. അപ്പൊ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ മേശമേൽ സൂക്ഷിക്കുക, ഞങ്ങളോ വചന ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയിലും കുറ്റിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നോളം പറഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുത്ത 2 പേരെ ദൈവം ശ്രേഷ്ഠരാക്കി. സ്തോത്രം. പേർ പറയപ്പെട്ട ശുശ്രൂഷകന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ ദൈവം അവരെ കൊണ്ട് ചെയ്തു. ഞാൻ ആയിരങ്ങളോട് പറയുന്നത്, രാത്രി നിങ്ങളോട് ദൈവാത്മാവിൽ പറയാം, ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ നീ ഒതുങ്ങത്തില്ല. ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും ദൈവത്തിന്റെ വിടുതലിന്റെ മേലുണ്ടെങ്കിൽ നീ അവിടെ ഒതുങ്ങി പോകില്ല. ദൈവം പറയുന്നവനെ, അഭിഷേകമുള്ളവനെ ഒതുക്കാൻ ഒരു പ്രസിഡന്റിന് കഴിയില്ല, ഒരു കൗൺസിലിന് കഴിയില്ല, ഒരു സെൻട്രൽ പാസിന് കഴിയില്ല. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുങ്ങി പോകില്ല. ശക്തിയോടെ ഭാഷ പ്രസിദ്ധി. ദാവീദിനെ കാട്ടിൽ വിട്ടത് അവിടെ ചോദിക്കാനാ. അവിടെ സിംഹവും കഴുകിയുടെ വന്നു. പക്ഷെ ദാവീദ് ഒതുങ്ങിയില്ല, അവൻ പാടാൻ തുടങ്ങി. ഞാൻ പല പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊരു പുസ്തകത്തിൽ അവതാരി ഞാൻ എഴുതിയ, അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവർ പാട്ടും പാടി തിരികെ വരും. അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവർ പാട്ടും പാടി തിരികെ വരും. സത്യത്തിൽ ദാവീദ് കാട്ടിൽ പോയത് അത്ര നന്നായി. അല്ല, ദേവദാസന്മാരായ നമ്മുടെ കാര്യം കട്ടല്ലായിരുന്നു.
എല്ലാ ഞായറാഴ്ചയും ട്രഷറി ഓഫ് ഡേവിഡ് ദാവീദിന്റെ കലവറയിൽ നിന്നെടുത്തത് വിളമ്പുക. അന്നൊരു ദാവീദ് കാട്ടിപ്പോയി നന്നായി. കാട്ടിൽ പാട്ട് തന്ന വഴി നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. കാട്ടിൽ പോകുന്നവന് പാട്ടുണ്ട്. കാട്ടിൽ പോകുന്നവനേ പാട്ടുള്ളൂ. ശൗൽ നാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു. ദാവീദ് കാട്ടിൽ നിന്ന് രാജാവായവനായി. നാട്ടിൽ നിന്ന് രാജാവാകുന്നവനുണ്ട്, കാട്ടിൽ നിന്ന് രാജാവാകുന്നുണ്ട്. അവന്റെ ശബ്ദം കേട്ടാൽ അറിയാം. ദാവീദ് പറഞ്ഞു, അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ കൈകളെ അഭ്യസിപ്പിക്കുന്നു. ദാവീദിന് സൈനികാഭ്യാസം കിട്ടിയത് ശൗലിന്റെ സൈനിക കോളേജിൽ നല്ലായിരുന്നു, സ്വർഗത്തിലെ സൈനിക കോളേജിൽ നിന്നായിരുന്നു. നമ്മുടെ പ്രശ്നം ഇന്ന് നാട്ടിൽ നിന്ന് രാജാവായവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ദാവീദ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂത്ത് PIPA ക്യാമ്പിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഭയങ്കര ഒത്തിരി ചെറുപ്പക്കാർക്ക് സംസാരിച്ചു. കാട്ടിൽ പോയ ദാവീദ് ആരോട് സംസാരിക്കാനാണ്? ആട് ഉണ്ടാപ്രാണി, അവൻ അതിനോട് എന്തോ പറയാനാ? അങ്ങനെ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ അവൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ദൈവം അവനോട് സംസാരിക്കും. എൻ്റെ ദൈവം അവനിലൂടെ ദേശത്തോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിലെ എൻ്റെ ഏകാന്തതകൾ നീ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നോട് സംസാരിക്കും. പിന്നീട് ദൈവം നിന്നിലൂടെ ജനത്തോട് സംസാരിക്കും. ഏകാന്തത അനുഭവിച്ചവനെ കൊണ്ട് നിങ്ങളുടെ ഏകാന്തത മാറ്റുന്ന പാട്ട് നീ എഴുതിപ്പിച്ചു. അവിടെ തീർന്നില്ല. ഇസ്രായേലിൽ പ്രാർത്ഥിച്ചിരുന്നു. ഇസ്രായേലൊരു രാജാവിൻ്റെ വേക്കൻസി വന്നപ്പോൾ ആരാണ് ദാവീദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ശൗലല്ലായിരുന്നു. അവനെ രാജാവാക്കിക്കൊണ്ട് ശൗൽ പറഞ്ഞില്ല. ശമൂവേലിന്റെ ലിസ്റ്റിൽ ദാവീദില്ലായിരുന്നു. അവന്റെ ഷോർട്ട് ലിസ്റ്റിൽ ദാവീദില്ലായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സ്വർണം രാജാവാക്കാൻ കൊള്ളാവുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരോട് ഞാൻ പറയാ, ഗുണേ നിന്റെ ഏകാന്ത ദൈവത്തിന് കൊടുത്താൽ, ഈ ദൈവത്തോടൊപ്പം ചെലവഴിച്ചാൽ ഈ ഭൂമിയിൽ ആരും നിന്നെ റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ റെക്കമെൻഡ് ചെയ്യും. നിലപടി ചന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓസ്ട്രേലിയയിലോ കാനഡയിലോ UK-യിലോ ലോകത്തിലോ കുവൈറ്റിലോ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, രാജാവാക്കാൻ കൊള്ളാവുന്നവൻ, ജോലിക്കാക്കാൻ കൊള്ളാവുന്നവൻ ഒരുവൻ കാട്ടിക്കടപ്പുണ്ട്. ദൈവം നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഏകാന്തതകൾ, ഈ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകളും ഒറ്റപ്പെടുത്തലും നമ്മെ തകർക്കാനല്ല, പുതിയ ദർശനം നമ്മെ വഴി നടത്താൻ കഴിയും. ജീവിതത്തിലെ ഏകാന്തതകൾ വരുമ്പോൾ, ഒറ്റപ്പെടുത്തൽ വരുമ്പോൾ, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിന്മേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. മേലാൽ സംഭവിപ്പാട് ദൈവം നിന്നെ അറിയിക്കും. നിന്റെ കുടുംബത്തിലുള്ള ദൂത്, നിന്റെ സഭയ്ക്കുള്ള ദൂത്, നിന്റെ ദേശത്തുള്ള ദൂത് ദൈവം നിന്നെ പരമേൽപ്പിക്കും. കഷ്ടതകളിൽ ദർശനം ഏറ്റുവാങ്ങുന്ന ദൈവമക്കൾക്കാണ് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പാടുകെടുത്തു നല്ല എല്ലാവരും പാടും. അല്ലയോ ഈശോദന, നിന്നെ തകർക്കുവാനോ നിന്നെ ഓടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദന. കഷ്ടങ്ങളിലും പകരിടലേ കണ്ടോരിലും തലത്തിടലേ ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതായേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതായേ.
അവസരമോ അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ജ്ഞാപകമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ജ്ഞാപകമാകും, ദുഃഖം സന്തോഷമായി മാറിടും. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും കലങ്ങിടല്ലേ, ഞാനും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. എന്നെ തകർക്കാനുള്ള വേദന എന്നെ കുടിക്കാനല്ല, എന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരുന്നത്. നമ്മൾ അനേക പാട്ടുകൾ പാടാറുണ്ട്. ഓരോ കാലങ്ങളിൽ ഓരോ സീസണുകളിൽ ഒത്തിരി പാട്ടുകൾ. ആ പാട്ട് നമ്മൾ ഓണത്തിന് ആ ടൈമിൽ പാടി സന്തോഷിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ പാട്ട് നമ്മൾ മാറും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തന്മാർ പാടിയിട്ട് പോയ പാട്ടുകൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടില്ല. 1.5 മണിക്കൂറത്തെ പ്രസംഗത്തെക്കാൾ ചിലപ്പോൾ ചില പാട്ടിൻ്റെ അടികൾ നമ്മളെ ആശ്വസിക്കും. അടുക്കളയിൽ ഇങ്ങനെ വലിയ വേദനപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു പാട്ടിൻ്റെ അടികൾ കർത്താവ് ആ ദുഃഖം പാട്ടിൽ മാറും. വിനാസമാരൊക്കെ ചക്കിന് വലിയ ഭാരം വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓടിക്കുമ്പോൾ അല്ലെ നിൽക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ അടി കൊണ്ട് വരും. ആ ഭാരം മറന്നു പോകും. കാരണം എന്താണെന്നറിയുമോ? ഈ പാട്ടെഴുതിയ അഭിഷക്തന്മാർ ഏതോ കഷ്ടമില്ലായി തീയുടെ നടുവിലവരവൻ കൂടെ യേശു കൂടെ ഇറങ്ങി. നമ്മുടെ കർത്താവ് കൂടെ ഇറങ്ങി അവരെ ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിച്ച ഗാനങ്ങൾ നമുക്ക് നമ്മുടെ ആശ്വാസമായി മാറും. ഞാനിവിടെ പറയുന്ന ദിവദാസൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നിറയുന്നെങ്കിൽ ഓർക്കണം, എപ്പോഴോ ആ ദൈവദാസൻ തീക്കകത്തിറങ്ങി കൂടെ കർത്താവ് പറഞ്ഞു. ദൈവം തൻ്റെ ദാസനെ ആശ്വസിപ്പിച്ചത് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. A servant born in head that which only head, a servant born in spirit that which only spirit, a servant born in heart that which only heart. തലച്ചോറിൽ ഉടലെടുക്കുന്ന പ്രസംഗം തലച്ചോറിലേക്ക് ഇല്ലും, ഹൃദയത്തിലുടലെടുക്കുന്ന ഹൃദയത്തെ കൊള്ളും, ആത്മാവിൽ ഉടലെടുക്കുന്ന ആത്മാവിനെ സ്പർശിക്കും. ഞാൻ ഓരോ വാക്ക് പറഞ്ഞ് ശ്രദ്ധിക്കണം. നിന്നെ ദൈവേകാന്തലെത്തിക്കുന്നത് തകർക്കാനല്ല, ഹൃദയത്തെ തൊടുന്ന ഭൂതി തരാനാണ്, ആത്മാവിനെ തൊടുന്ന ഭൂതി തരാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞ കഷ്ടത്തിൽ എനിക്ക് തുണയായി ശക്തിയോടെ കൈവരിച്ച അന്യഭാഷ ജീവിതത്തിന്റെ പ്രതിസന്ധി തകർക്കാൻ തകർത്ത് കളയാനല്ല, കുടിച്ചുകളയുടെ വേദന ഉണ്ടാക്കി പുറത്തു കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കൈകൊണ്ട് നീ ഒതുങ്ങില്ല. ദൈവം നിന്നെ വിളിച്ചെങ്കിൽ മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്തൊരു ശുശ്രൂഷ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ ആയിരക്കണക്കിന് തിമിംഗലങ്ങൾ പാഞ്ഞുപോയെങ്കിലും ദൈവത്തിന്റെ ആലോചന സ്പെസിഫിക്കായി ഒരു തിമിംഗലത്തിന്റെ തിരക്ക് ചെന്നു. വേശ്യാഗണത്തിൽപ്പെട്ട ഒരു തിമിംഗലം. എന്തായിരുന്നു ആലോചന? ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഇതിനെ ഞാൻ കടലിൽ ഇടിയിക്കും, നീ അവനെ വിഴുങ്ങണം, 3 ദിവസം അവനെ സൂക്ഷിക്കണം, 3-ാം ദിവസം പുറത്തിടണം. പ്ലെയിൻ വന്ന് നിൽക്കുന്ന പോലെ
സ്പോട്ടിൽ വന്ന് നിന്നില്ലേ വാസ്തു യോനെ കാത്തവിടെ നിന്നു. ഇവനെ ഇട്ടപ്പോളെ വിഴുങ്ങി. അപ്പം തമ്പുരാൻ പറഞ്ഞു, പോറൽപ്പറ്റ തീയെ തരണം, പല്ല് വട്ടരുതല്ലാതെ. ഈ ശരീരത്തില് നമ്മുടെ ജയിച്ച് അകത്തോട്ട് ചെല്ലുന്നത് 12 അവേഴ്സിനുള്ളിൽ 12 മണിക്കൂറിൽ തിരിച്ചു മാറും. ചില പിള്ളേരെ സംബന്ധിച്ച് 3 മണിക്കൂർ 1 മണിക്കൂറും വേണ്ട തിരിക്കാൻ. സ്വതന്ത്രം കൂടെ ഇങ്ങനെ കഴിക്കണം. എന്നാൽ 3 ദിവസം ദഹിക്കാതെ കടന്നത് അത്ഭുതമല്ലേ? അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ പറയാൻ വന്നത്, കടൽ എന്തുമാത്രം തിരിങ്ങലുണ്ടായിരുന്നെങ്കിലും ദൈവം ഒരുത്തരെ കൽപ്പിച്ചാക്കി. 1000കണക്കിന് പ്രസംഗികരുണ്ടെങ്കിലും 10,000കണക്കിന് പ്രവാചകരുണ്ടെങ്കിലും നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് ദൈവം നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യിക്കത്തുള്ളൂ. ഓ ശക്തി വളരെ പ്രസംഗിച്ചോ, നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കത്തുള്ളൂ. മേശയ്ക്ക് സൂക്ഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവൻ, അവൻ ശ്രേഷ്ഠനായി. ഇനി ശമരിയ പട്ടണം. എന്താണ് ശമരിയ പട്ടണത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, യഹൂദന്മാർക്ക് ശമരിയക്കാരുമായി സമ്പർക്കമില്ലായി. യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിച്ചപ്പോൾ അവൾ ചോദിച്ചു, യഹൂദനായിരിക്കെ നീ ശമരിയ സ്ത്രീയായ എന്നോട് വെള്ളം ചോദിക്കുന്നത്? അപ്പൊ ഇങ്ങനെ പോകേണ്ടതാണ്, ഇങ്ങനെ ചുറ്റി പോവായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ തമ്മിലുള്ള സ്ഥലമാണ് യെരൂശലേമിലും യഹൂദയിലും പ്രത്യേകം കർത്താവ് പറഞ്ഞു, ഇവിടെ കയറണം, ശമരിയെ കയറണം. അവർ കയറത്തില്ലെന്ന് കർത്താവിനറിയാം. സുവിശേഷം വേർപാടിനെ നടിച്ചു പഠിച്ചു കഴിയുന്നതാണ്. സുവിശേഷത്തിന് ജാതി മത വ്യത്യാസമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സൗദി അറേബ്യയൊക്കെ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ഈ സൗദി അറേബ്യയില് ഒരു റോഡ് തിരിയുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവർ ഇങ്ങോട്ട് തിരിയരുത്. എവിടെയെന്നറിയാമോ? മക്ക മദീന റോഡിൽ മുസ്ലിങ്ങളിൽ അല്ലാത്തവർ ഈ വഴി കയറരുത്. കേരളത്തിലെ ചില ക്ഷേത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഹിന്ദുക്കളല്ലാത്തവരുടെ വരരുത്, പ്രവേശനമില്ല. പക്ഷെ വേദപുസ്തകം പറഞ്ഞു, നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്റെ ആലയം സകലജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. ചിലയിടത്ത് സ്ത്രീകൾ ചെല്ലരുത്. എന്നാൽ ഇത് രാത്രി പറയാം, ഇവിടെ വേറൊരുത്യമില്ല. ഈ സഭയ്ക്കകത്ത് ഡിവിഷൻസ് പാടില്ല. കാരണം ധനവാനു വേണ്ടിയും ദരിദ്രന് വേണ്ടിയും സ്വർഗത്തിലെ ദൈവം ചിന്തിയത് ഒരേ രക്തമാണ്. വീണ്ടെടുപ്പിന്റെ വില ഒന്നാം. കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. നമ്മുടെ കർത്താവിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, സകലജാതികൾക്കും കടന്നവരാ. ഹല്ലേലൂയ. മാത്രമല്ല ശക്തിക്ക് പ്രത്യേകതയുണ്ട്. അതാണ് നിങ്ങളോട് പറയണം. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 9-ാം അധ്യായം 51 വാക്യങ്ങൾ വായിച്ചാൽ, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 51 വാക്യങ്ങൾ വായിക്കാം. അവന്റെ ആരോപണത്തിലുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യയിൽ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കുകയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അതവന്റെ ശിഷ്യന്മാരെ യാക്കോബ് യോഹന്നാനെ കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് അവരുടെ സമ്മതമോ എന്ന് ചോദിച്ചു. അവിടെ നിർത്തണമെന്ന് ഞാൻ വായിക്കണം. അപ്പൊ ഈ ഫിലിപ്പോസ് പോകുമ്പോൾ ആരൊക്കെ അവിടെ പോയത്? ശബരിമല ആരൊക്കെ പോയത്? യാക്കോബും യോഹന്നാനും. യാക്കോബ് യോഹന്നാനെ കൊണ്ടൊന്നും നടന്നില്ല. അവിടെ ആരയിച്ചത്? ഫിലിപ്പോസിനെ. ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് പോകും മുമ്പ്, അഭിഷേകം പ്രാപിക്കും മുമ്പ് യാക്കോബ് യോഹന്നാൻ പോയതാണ്. ഇവിടെ ഒന്നും നടക്കാത്തടത്തേക്കാണ് ദൈവകൃപയുള്ളവരെ വിട്ടത്. ശ്രദ്ധിച്ചോണം, നിന്നേക്കാൾ പെരുമയുള്ളവർ പോയിട്ടൊന്നും നടക്കാത്തടത്ത്
അഭിഷേകം പ്രാപിച്ച് നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. നിന്നേക്കാൾ ഉന്നതന്മാർ പോയിട്ട്, വൻപന്മാർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് ദൈവകൃപയുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. വിശ്വാസമുണ്ട്, കരമടിച്ചു. 2025 പ്രസിദ്ധന്മാരെ പോയിട്ട് നടക്കാത്ത സ്ഥലത്തേക്ക് അഭിഷേകമുള്ളവനെ വിട്ട്, ദൈവകൃപയുള്ളവനെ വിട്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ശക്തിയോടെ വെറുതെ ഒരു വാസമല്ല ആഗ്രഹിക്കേണ്ടത്. പ്രസിദ്ധന്മാർ പോയിട്ട്, പേരുള്ളവൻ പോയിട്ട്, പെരുമയുള്ളവൻ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് ദൈവകൃപയുള്ളവനെ വിട്ട് ദൈവം ചില ചെയ്യും. രണ്ടുപേരോട് ചെന്നതാ പ്രസിദ്ധന്മാർ, ഉന്നതന്മാർ. ഒന്നും നടന്നില്ല. ഉടനെ എന്താ തമ്പുരാൻ അവൻ പറഞ്ഞ വായിച്ചു, ഇനിയും വായിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. അവൻ എന്താ പറഞ്ഞ കർത്താവിനോട്? യാക്കോബ് യോഹന്നാൻ കണ്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീയിറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് സമ്മതമോ? സമ്മതമോ? ഉടനെ കർത്താവ് അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. തിരിഞ്ഞവരെ ശാസിച്ചു. നിങ്ങൾ ഏതാത്മാവിന് അധീനമെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യന്റെ പ്രാണനെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കാനത്ര വന്നതെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൂടെ നടന്നു പറയുന്നേ കർത്താവിന്റെ കൂടെ നടന്നെ ധൈര്യത്തോട് പേടിയാണ്. നിങ്ങൾ ഏതാത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയില്ല. കർത്താവിന്റെ കൂടെ നടന്ന യാക്കോബിന് യോഹന്നാനും എന്തോ കയറി, വേറെ ആത്മാവ് കയറി. കർത്താവിന്റെ കൂടെ നടന്നവന് വേറെ ആത്മാവ് കയറിയെങ്കിലേ വല്ലപ്പോഴും സഹായത്തിൽ വരുന്നത് കയറാതിരിക്കും. കൂടെ നടന്നവന് കയറിയിരിക്കും. വല്ലപ്പോഴും എനിക്ക് ആരാധിക്കാൻ വരുന്നത് കയറാതിരിക്കും. അവസരം കൊടുത്താൽ സാത്താൻ ആരിലും കയറും. ഏത് അപ്പോസ്തലനും കയറും, ഏത് പ്രവാചകനും കയറും, ഏത് പ്രസംഗിയിലും കയറും. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, സാത്താൻ അവസരം കൊടുക്കരുത്, സാത്താൻ ഇടം കൊടുക്കരുത്. അവൻ വിനാശപർവ്വതമാണ്, അവൻ വായക്കാൽ ചതിക്കുന്നവനാണ്. അവനോട് എതിർത്ത് നിൽക്കണം. വിശാലിന് അവസരം കൊടുക്കരുത്. അതാണ് ഇപ്പൊ നമ്മൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടുത്താലും കയറും. ഈ മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-13 വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുടെ കർത്താവിനോട് പറഞ്ഞു, മത്തായി പലതിനെ കുറിച്ച് പലതും പറയുന്നു. ഉടനെ യേശു കർത്താവ് ചോദിച്ചു, അവരൊക്കെ പലതും പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പൊ കർത്താവിനോട് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. വായിച്ചോ, നേരത്തെ വാക്യം വായിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് അറിയാനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവത്രൻ നിനക്ക് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ഉടനെ കർത്താവിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവത്രൻ നിനക്ക് വെളിപ്പെടുത്തി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ പത്രോസ്, ഈ പാറമേൽ ഞാൻ ദൈവം അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോഴത്തേനും പുള്ളി ഒന്നും പിടിക്കുകയാണ്, നോക്കി. എന്നാ സംഭവിച്ചെന്നറിയാമോ? വായിക്കുമ്പോൾ 21-ാം വാക്യം വായിച്ചു. 21. അന്ന് മുതൽ യേശു യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് ശിഷ്യന്മാരെ പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതെന്ന് ശാസിച്ചു തുടങ്ങി. അവനോ പത്രോസ് ഇപ്പൊ ആരെ ശാസിക്കുക? കർത്താവിനെ ശാസിക്കുക. കർത്താവേ അരുത്, ശാസിച്ചു തുടങ്ങി. അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞ, എന്റെ പത്രോച്ച നിനക്കെങ്കിലും ഇങ്ങനെ തോന്നിയല്ലോ. അങ്ങനെയാണ് പറഞ്ഞ മോനെ. വായിക്കേ. അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോ. ആരെ വിളിച്ചേ? പത്രോസിനെ ഏത് സാത്താനെ? അപ്പൊ ആരും ഏത് സാത്താൻ?
അവസരം കൊടുത്താൽ പത്രോസിന് ഞാൻ എൻ്റെ സഭയിൽ പണിയുമെന്ന് പറഞ്ഞു. പാതാള ഗോപുരങ്ങളതിനെ ഇപ്പൊ പത്രോസിനെ ആര് ജയിച്ചു? പാതാള ഗോപുരം. ചിലപ്പോൾ ദൈവദാസന്മാർ ശാസിക്കും, നിന്നെയല്ല, നിന്റെ മേലെ ഭൂതത്തെയാണ്. ഇന്നാണെങ്കിൽ കൊടയെടുക്കും, ബൈബിൾ കൊടുക്കും, സ്വോത്രാഴ്ച കൊണ്ടുവന്ന് സ്വോത്രാഴ്ച തിരിച്ചിട്ട് എന്നാൽ പിന്നെ സ്വോത്രാഴ്ച എടുക്കുന്നവരുടെ പോകാം. ചിലർക്കൊക്കെ ഉണ്ട് ദൈവദാസന്മാർ പ്രസംഗിച്ച് പിടിച്ചിട്ട് സ്വോത്രാഴ്ച ഇല്ലാതെ പോകുന്ന പക്ഷിയുണ്ട്. ഞാൻ പിന്നെ സ്വോത്രാഴ്ച എടുക്കില്ല. നീ വിചാരിക്കുന്ന നീ സ്വോത്രാഴ്ച കൊടുക്കില്ല, ദൈവദാസൻ പട്ടിണിയാണ്. ദൈവത്തിന് തന്നെ ദാസന്മാരെ പുലർത്താൻ ഒരു വഴിയല്ല, 1000 വഴിയുണ്ട്. സ്വോത്രം സ്വോത്രം. ഈ പത്രോസിന് അവസരം കൊടുത്താൽ ആരിലും കയറും. മക്കളെ, ചെറുപ്പക്കാരെല്ലാം എന്നെ കേൾക്കണം. നികളം എവിടെ വരുമോ അവിടെ പിശാചി കയറിയിരിക്കും. അഹങ്കാരം എവിടെ വരുമോ അവിടെ സാത്താൻ കയറും. നല്ലൊരു പാട്ട് പാടിയ, നല്ലൊരു പ്രസംഗം നടത്തിയ, പ്രൈസ് ദി ലോർഡ്, അഹങ്കരിക്കരുത്. ദൈവം നിന്നെ ഉപയോഗിക്കുന്തോറും ദൈവത്തിന്റെ കാൽപാദത്തിൽ വീണുകൊള്ളണം. കൃപയാ, ഉപയോഗിക്കുന്ന കൃപയാ. ഇവിടെ എല്ലാവരും പാവപ്പെട്ടവരായിരിക്കുന്നു. ദൈവദാസന്മാരെല്ലാം പോന്ന ചിലർക്കൊക്കെ ചെന്ന് ചിലരുടെ കിരിപ്പൊക്കെ കണ്ടാൽ അവരവിടുത്തെ സന്ധിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം അവിടെ തലയിൽ കൊടുന്ന് പറയാം. അപ്പം ഞാൻ അവരെ കുറിച്ച് പറഞ്ഞ തട്ട് താങ്ങി പല്ലിയെന്ന്. എന്താ തട്ട് താങ്ങി? മനസ്സിലായില്ലേ? ഈ പല്ലി തട്ടയെ വന്നിങ്ങനെ ഇരിക്കും. ഇവൻ്റെ ഇരിപ്പും തിറമയൊക്കെ കണ്ടാൽ തോന്നും ഇവൻ താങ്ങുന്നുണ്ട്, ഇതാളോട് വീഴാൻ. നമ്മുടെ ഇവിടെ ഒത്തിരി തട്ട് താങ്ങി പല്ലിയാണ്. എൻ്റെ വല്ലി നീ അന്വേഷിച്ചിരിക്കുക, നീ താങ്ങുന്നുണ്ടെന്നല്ല, നീ താങ്ങിയിലേക്ക് നിൽക്കുക. സ്വോത്രം സ്വോത്രം. ഇവിടെ ശബ്ദം ദൈവത്തിൻ്റെ ദാനമല്ലേ? എഴുന്നേറ്റ് പൊങ്ങി നിൽക്കാൻ വേണ്ടി കൃപയല്ലേ? ഇതിൻ്റെ അയൽവക്കളോട് ഞാൻ കൂടുതൽ തന്നെ പറയുന്നു. ഇതൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് ഇവിടെ ഒന്നൊരു അഹങ്കാരമൊക്കെ ഞാൻ 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 നിനക്ക് വിസ തരും, ഞാൻ സൗഖ്യം. ഇതാ ലൂസിഫറിനെ പറ്റിയത്. അഹങ്കരിക്കരുത്. ദൈവം ഉപയോഗിക്കുന്നതോടെ കാൽപാദത്തിൽ വീഴുക. എന്തോ കണ്ടോണ്ട് നിഗളിക്കാനായുള്ളത്. ഒരു സെക്കൻഡ് ഇവിടെ ബലത്തോടിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് മറക്കരുത്. ഒരു ദിവസം ബലത്തോടിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് മറക്കരുത്. ബലമടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത് നമ്മളാകുന്ന കൃപയാണ്. വിചാരത്തിന് അവസരം കൊടുത്താൽ ലൂസിഫർ പ്രകാശ നക്ഷത്രമായിരുന്നു സാധാരണ. ഞാൻ പറയും, നമ്മളെന്തോ കണ്ടോണ്ടേ ഇത് വിളിക്കും. ഈ കൺവെൻഷനൊക്കെ വിളിച്ചു പറയാറുണ്ട്. ഓരോ ദിവസവും വരുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കാൻ പേടിയായിപ്പോ. കാരണം 33, 32, 40-കാരനും 28-കാരനും ഒക്കെ 28 കോടി വന്നുകൊണ്ടിരിക്കുക. ജീവിക്കാൻ പോയതാ കാനഡയിലും UK യിലും ഓസ്ട്രേലിയയിലും ഒക്കെ. പക്ഷേ കുഴഞ്ഞു വീഴുക, പിന്നെ ആക്സിഡന്റ്, എന്തോ പോയിടാനുള്ളത്. ഒരു ദിവസം സൗഖ്യത്തോടിക്കുന്ന ദൈവത്തിന്റെ കരുണ. കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധിക നേരം വേണ്ടെന്ന് ഓർത്തോണം. നമ്മളാകുന്ന കൃപയാലാണ്. പ്രസംഗിക്കാൻ കൃപ കിട്ടിയെങ്കിൽ, പാടാൻ കൃപ കിട്ടിയെങ്കിൽ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കൃപ കിട്ടിയില്ല, അത് ദൈവത്തിന്റെ കൃപയാണ്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലോട്ട് ഒരു ചായ കുടിക്കാൻ ഈവനിങ് അത്താഴത്തിന് വിളിച്ച വലിയ കാര്യം അല്ലേ? നമ്മളെ അങ്ങോട്ട് വിളിക്കും. ഒരു പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് പറയാം, നാളെ നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ചായ കുടിക്കുന്നു പറഞ്ഞാൽ നിന്ദിച്ചു നോക്കി. അതൊന്നേക്കാൾ വലിയ പകുതിയല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നിനക്ക് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അത് വലിയ കാര്യമൊന്നുമല്ല, അത് കൃപയാണെന്ന് ഓർത്തോണം. അപ്പം പത്രോസ് ഏറെ ആത്മാവ്. 2 വമ്പന്മാർ പോയിട്ടൊന്നും നടക്കാത്തടത്തേക്ക് ദൈവകവിയുള്ള ഫിലിപ്പോസിനെ വായിച്ചു. ഒരു വാക്യം വായിക്കാൻ മക്കളെ, വേറിട്ട് വായിച്ചാൽ 8:4. ഫിലിപ്പോസ് ശമര്യാപട്ടണത്തിൽ ചെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഫിലിപ്പോസിന്റെ അടയാളങ്ങളെ
പുരുഷനെ കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. ആ. അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. Yes, വായിച്ചോ. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും ആ. അവ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അടുത്തത്. അനേക പക്ഷപാതക്കാരെ ഉടനെ സൗഖ്യം പ്രാപിച്ചു. ആ. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആ പട്ടണം ഇളകി. സ്തോത്രം. ഒരിക്കൽ അവിടെ ചെന്നിട്ട് ഒന്നും നടന്നില്ല. ഒരിക്കലൊന്നും നടക്കാത്തിടത്ത് ദൈവം നിന്നെ അയച്ച് ചിലത് നടത്തിയെടുക്കും. കർത്താവിനോട് പറയുന്നു, പ്രാർത്ഥിക്കും, നിങ്ങളോട് വരം തുടങ്ങി ചിന്തിക്കരുത്. 126 സംഗീതത്തിൽ പറയുന്നു, യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി നിർത്തിയപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, കരയുന്ന ദൈവത്തിലെ, ദൈവം നിനക്ക് വേണ്ടി ചില ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ചില ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും. നീ സ്വപ്നം കാണുന്നവളെ പോലെ ആയിരിക്കും. എഴുതിയിട്ടുകൊള്ളുക, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം നിനക്ക് വേണ്ടി ദൈവം ചില ചെയ്യും. ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യും. വിശ്വാസമുണ്ട്, കരമടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും. എന്താ സ്വപ്നം കാണാൻ കാരണം? പ്രവാസത്തിലേക്ക് പൈസാചാര്യൻ മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പൈസാചാര്യൻ മടങ്ങി വരില്ലെന്ന് അവരെ പ്രവാസിയാക്കിയവർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പൈസാചാര്യൻ മടങ്ങി വരില്ലെന്ന് അവരും ചിന്തിച്ചു. സംഭവിക്കത്തില്ലെന്ന് അവർ ചിന്തിച്ചത്, അയൽക്കാർ ചിന്തിച്ചത്, നാട്ടുകാർ ചിന്തിച്ചത് ദൈവം അവർക്ക് വേണ്ടി സംഭവിപ്പിച്ചു. ഇതിനകത്ത് വന്ന് കുറച്ചുള്ള ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി സംഭവിക്കത്തില്ലെന്ന് അയൽക്കാർ പറയുന്നത്, സംഭവിക്കത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, സംഭവിക്കത്തില്ലെന്ന് നിനക്ക് വേണ്ടി കൂട്ടാക്കി പ്രാർത്ഥിക്കുന്ന, നിന്റെ വായിന്ന് പ്രാർത്ഥിക്കുന്നവൻ പോലും പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സംഭവിപ്പിക്കും. ശക്തിയോട് വിശ്വാസത്തോടെ പറ, ദൈവം എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് സംഭവിപ്പിക്കും. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ അങ്ങനെ ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ വായിൽ ആർപ്പുണ്ടായി. അടുത്ത പദവാ, കണ്ണുനീരിൽ വിതയ്ക്കുന്നവർ വിത്ത് ചുവന്ന് കറ്റ ചുവന്ന് കണ്ണുനീരിൽ വിതയ്ക്കുന്നവർ ആർപ്പോട് കൊയ്യും. ഇന്നത്തെ നിന്റെ ആർപ്പ് ഇന്നലത്തെ നിന്റെ കണ്ണുനീരാണ്. ഇന്ന് കണ്ണുനീരുണ്ടെങ്കിൽ നാളെ ഒരാർപ്പുണ്ട്. ഇന്ന് നിനക്ക് ആർപ്പ് കിട്ടിയെങ്കിൽ ഇന്ന് നീ കരഞ്ഞില്ല. ഇന്ന് കരച്ചിലുണ്ടെങ്കിൽ നാളെ നീ ഒരാർപ്പ് തരും. ഒരാശക്തിയോട് ആത്മാവിൽ വിളിച്ചുകൊണ്ടുപോക. ഇന്നത്തെ കണ്ണുനീരുകളെ ദൈവം നാളത്തെ ആർപ്പാക്കി മാറ്റും. ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ വിളിച്ചു. ഇന്നത്തെ കണ്ണുനീർ നാളത്തെ ആർപ്പാ. ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു. പമ്പന്മാർ ചെന്നിട്ടൊന്നും നടക്കാത്തടത്ത് ദൈവത്തിന്റെ അഭിഷേകത്തെ പോയപ്പോൾ പട്ടണം അടങ്ങി. അനേക ഭൂതാത്മാക്കൾ വിട്ടുമാറാൻ തുടങ്ങി. ആ ദേശത്ത് വലിയ വിടുതലുകൾ വ്യാപരിച്ചു. 8-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷനെ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. മഹാൻ എന്ന് പറഞ്ഞ് ശബരിജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതിയുടെ ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആവാലകത്തും എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം വരെ ഭ്രമിപ്പിക്കുകയാൽ അത്രയും അവർ അങ്ങനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻകാരും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്നു നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവിടെ രണ്ടിടത്ത് എഴുതിയിട്ടുണ്ട്, അവൻ പ്രകടിപ്പിച്ചു. ആര്? ശിമോൻ ആ പട്ടണത്തെ മുഴുവൻ വറപ്പിച്ചുകൊണ്ടിരുന്നവനാണ്, പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നവനാണ്. ഫിലിപ്പോസ് അവിടെ ചെന്നപ്പോൾ അവൻ വറച്ചു. രാത്രി ഉപവാസം തുടങ്ങിയിരിക്കുന്ന ദൈവമക്കളോട് പറയാം, നീ മന്ത്രവാദിയെ കണ്ട് വറക്കരുത്. മന്ത്രവാദി നിന്നെ കണ്ട് വറക്കണം. നീ ശുദ്രക്കാരനെ കണ്ട് വറക്കരുത്. ശുദ്രക്കാരൻ നിന്നെ കണ്ട് വറക്കണം. നിന്നെ കണ്ടവൻ വറക്കണം. ഞാൻ വടക്കേണ്ടിയിലൊക്കെ ദൈവദാസന്മാർ ക്ലാസ് എടുക്കുന്നു പറയും. ഇവിടെ അങ്ങനെ തന്നെ ദൈവദാസന്മാരെ, നിങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ
നിങ്ങൾ വെറുതെ നിങ്ങളോട് ഞാൻ പറയാം, അഭിഷേകമുള്ളവൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വെച്ചുപൂജകളുണ്ടല്ലോ, അവൻ അവിടുന്ന് വിറയ്ക്കുക. കാരണം നിന്റെ അകത്തു വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം നിനക്കറിഞ്ഞുകൂടെങ്കിലും അവൻ അറിയാൻ നീ പോകുന്ന ഒരു അഭിഷക്തനാണെന്ന് ഈ രാത്രി പറയാൻ നിലവിളിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാണ്. നീ അവനെ കണ്ട് വറക്കരുത്, അവൻ നിന്നെ കണ്ട് വറക്കണം. അവനെ കണ്ട് നീ പേടിക്കരുത്, അവൻ നിന്നെ കണ്ട് പേടിക്കണം. കാരണം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരാളും ഭരിക്കില്ല. വാക്കുകൊണ്ട് ഞാൻ മന്ത്രവാദിയുടെ മന്ത്രം ഇല്ലാതാക്കും, ശകുനവാദിയുടെ ശകുനതന്ത്രങ്ങളെ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല, ഞാനവയെ മടക്കി അയക്കുമെന്ന്. അത് മാത്രമല്ല, അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ. വിഗ്രഹത്തെ ആരാധിക്കുന്നവർ അവർ ലജ്ജിച്ച് അമ്പരന്ന് പോകും എന്ന് പറഞ്ഞ 1000 വിഗ്രഹാരാധിയുടെ നടുവിലാണ് നീ തനിയെ നിൽക്കുന്നതെങ്കിലും നീ ലജ്ജിക്കുവാൻ ദൈവം ഇവിടെ വരത്തില്ല. മാത്രമല്ല, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരാളും ഫലിക്കില്ല. അത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് എന്റെ ദൈവമേ മടക്കിയേക്കും. എവിടേക്ക് വന്നോ അവിടേക്ക് മടക്കിയേക്കും. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ രാഷ്ട്രം നിൽക്കുക, ഭടന്മാരുള്ള യുദ്ധമുള്ള മുന്നണിയുള്ള ആയുധമുള്ള. എന്നിട്ട് കഥാ പറഞ്ഞു, ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കേണ്ടത് നീ അവരെ കണ്ട് പ്രവചിച്ചു പോകരുത്. ഈ മക്കളെ, ഇതിനെയൊന്നും കണ്ട് നമ്മൾ പേടിക്കരുത്, ഇത് നമ്മളെ കണ്ട് പേടിക്കണം. അപ്പൊ നമ്മൾ അതിനെ കണ്ട് പേടിച്ചോണ്ടിരിക്കുക. എന്താ സങ്കീർത്തനം പറഞ്ഞ, സിംഹത്തിന്റെയും അണലിമയും ചവിട്ടും പാദസിംഹത്തിലും പെരുമ്പാമ്പിനെയും യേശുവിന്റെ നാമത്തിൽ മെതിച്ചുകളയും. ഒന്നും ഒരിക്കലും ഓർമ്മ ചെയ്യില്ല. ഞാൻ ഒരിക്കലും പലയിടത്തത് അനുഭവിച്ചിട്ടുണ്ട്. വിശ്വവിശേഷം ഭക്തിക്കുണ്ടാണ്. ദൈവം ഇങ്ങനെ പ്രസംഗിക്കുക, ദൈവശക്തി നമുക്ക് വ്യാപിക്കാൻ തുടങ്ങി. ഏറ്റവും പുറകിൽ നിന്നാലും സ്ത്രീ ഭൂതാത്മാവിളകി ഇളകിയിട്ട് അവൾ അവിടെ നിന്ന് ഒരു കൊടയുടെ കൈകൊണ്ട് നിർത്ത് 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 കൊണ്ട് ഓടി പാഞ്ഞു വരിക. ഒക്കെ ഉള്ള സ്റ്റേജാണ്, പാഞ്ഞു വരിക. നിർത്ത്, രണ്ടു കൈയും ഇങ്ങനെ വീശുക, നിർത്ത് നിർത്ത്. ഇങ്ങനെ വന്ന സ്റ്റേജിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിരലിന്റെ ആഗ്രഹം ശോന്നേശിപ്പോ ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ. കൈ വലിച്ചു വലിച്ച് കുടഞ്ഞുകൊണ്ട് പറയാ, അയ്യോ പൊള്ളിപ്പോയി. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നിനക്ക് മനസ്സിലായോ? അത് സാധാരണ ശക്തികളെ കരിക്കാൻ കഴിവുള്ള ശക്തിയാണ്. നീ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം നീ മനസ്സിലാക്കണം. അത് അന്ധകാര വ്യാപാരങ്ങളെ കരിക്കുന്ന ദൈവശക്തിയാണ്. അതുവരെ നടപ്പിച്ചവരെ ഇപ്പോൾ പറഞ്ഞു പിടിച്ചു. ഇന്ന് രാത്രി എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എന്താ പ്രഭാഷണം അവസാനം പറയുന്നറിയാമോ? ഒരു പദം നമ്മൾ ഒന്നിച്ചു പറയണം. ഏലീശയുടെ ശിഷ്യൻ പുറത്ത് നോക്കിയപ്പോൾ സ്വത്രം അവിടെ വന്ന് മൊത്തം പടയാളികൾ വളഞ്ഞിരിക്കുക. പേടിച്ചിട്ട് പറഞ്ഞു, മൊത്തം പടയാളി വന്ന് നിറഞ്ഞിരിക്കുക. ഇവരുടെ കണ്ണൊന്ന് തുറക്കണമേ. അവരുടെ കണ്ണ് തുറന്നപ്പോൾ ഇസ്രായേലിന്റെ പേരും പേരാളിയും നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞെന്നറിയാമോ? നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. ഈ ഹോളിൽ നിന്ന് വന്ന് കുറച്ച് ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നമ്മോട് കൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. നിന്നോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. അയ്യോ, ഉയർത്തിപ്പിടിച്ചേ എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം, നമ്മോടുകൂടെ ഒരു തന്നെ ഉള്ളൂ ഏകവചനം. അവരോടുകൂടെ ഉള്ളവർ ബഹുവചനം. നമ്മോടുകൂടെ ഒരുത്തനേ ഉള്ളൂ, അവനോടുകൂടി ഒത്തിരി പേരുണ്ട്. ഇന്ന് രാത്രി നിന്നോട് പറയാം, നിന്നോടുകൂടെ ഒരുത്തനെ ഉണ്ടെങ്കിലും അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാ നിന്നോടുകൂടെയുള്ള ഒരുത്തൻ. അവരോട് 300 കോടി ഉണ്ടെങ്കിലും നിന്റെ കൂടെ ഒരുത്തനേ ഉള്ളൂ. നിന്റെ കൂടെയുള്ള ഒരുത്തൻ ആ 300 കോടിയേക്കാൾ വലിയവനാകുന്നു.
അവരോട് കൂടിയുള്ളവനേക്കാൾ നമ്മോട് കൂടിയുള്ളവൻ വലിയവൻ. എല്ലാവരും ആരാധിച്ച ശക്തിയോട് സമർപ്പണം. വിശ്വസിക്കാൻ വിശ്വസിക്കുകയുള്ളവരെ എനിക്ക് വിരോധമായി പാളയം പറഞ്ഞിരിക്കുന്ന പറഞ്ഞേ 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. 1000 ഗുണം 1000 10,000 അപ്പുറത്ത് നിന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിനക്കായിരിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം പറഞ്ഞത് ദൈവം അനുകൂലമെങ്കിൽ ദൈവത്തെ കൂടാതെയുള്ള ഭൂരിപക്ഷത്തെക്കാൾ ദൈവത്തോടൊപ്പമുള്ള ന്യൂനപക്ഷമാണ്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരും കൂടിയില്ലെങ്കിലും ജയം നിനക്കായി. സംഘടന കൂടിയില്ലെങ്കിലും നേതാക്കൾ കൂടിയില്ലെങ്കിലും ജനം കൂടിയില്ലെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ട്. ജയം നിനക്കായി. ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്ക് നിന്നവരാ. ബസ്സുകളിൽ ഞങ്ങൾ നിർത്താം. ഞാൻ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ദൈവാത്മാവിനോട് ആരോ എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി വെച്ചു. നിങ്ങൾ കണ്ടതാ വായിച്ചത്. പക്ഷേ ഇടണോ വേണ്ടായോ കൊടുക്കണോ വേണ്ട. അന്ന് ഞങ്ങളുടെ ചർച്ചയിൽ ആ ഞായറാഴ്ച വേറെ നോക്കോട്ടൊരു ദേവദാസനെ വിളിച്ചു വെച്ചു. മസ്കറ്റിലുള്ള പാസ്റ്റർ എനിക്ക് അങ്ങോട്ട് വരണം അങ്ങയുടെ സഭയിൽ. ഞങ്ങൾ വരാൻ പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് ആദ്യം വായിച്ചതിൽ സംഭവിച്ച് നാം എന്തു പറയുന്നു. ദൈവം നമുക്ക് അനുകൂലമായി പ്രതികൂലമായ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പറയുന്നതെല്ലാം നീ പറയണം, ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നീ കൽപ്പിക്കണം. ഇതൊക്കെയാണുള്ളത്. ഇടിക്കുവാനും പൊടിപ്പിക്കുവാനും പണിയുവാനും ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുക. ഞാൻ നിന്റെ കൂടെ ഒരുത്തനും നിന്നെ തൊഴില്ല. രാത്രി വിശ്വാസം വേണം കേട്ടോ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുത്തനും നിന്നെ സ്പർശിക്കാൻ ദൈവം അനുവദിക്കില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. രാത്രി ഒന്നുകൂടെ പറയാം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. നമ്മോട് കൂടെയുള്ള ഒരുവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ശക്തിയോടെ കൊടുക്കാനുള്ള ശിശുക്കളോട് ആ പട്ടണത്തിലെ സന്തോഷമുണ്ടായി. ദൈവമേ ഉണങ്ങിയ ആവശ്യം നമ്മുടെ ഓണം പറയണം. ദൈവപ്രവൃത്തി ദേശം വെളിപ്പെടണം. ഒത്തിരി പഴയത് ഞാനിവിടെ വരട്ടെ. കഥാവിന്റെ ആസനങ്ങൾ അയച്ചു. നിങ്ങൾ ഈ വാസവൊക്കെ പാർത്തെ നിങ്ങൾ പുതുശക്തികളിൽ നടക്കണം. നിങ്ങൾക്കറിയാമോ പർവ്വത പൗലോസ് ഞങ്ങൾ നെഫസോസിച്ച് എല്ലാവരും പലവട്ടം ശ്രമിച്ച് നടന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് നിന്നു. നിങ്ങളോടൊക്കെ ദൈവാത്മാ പറയുക, ദൈവം നിന്നെ അവിടുത്തെ കൊണ്ട് നിർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ വിശാലങ്ങൾ തടഞ്ഞാലും ദൈവത്തിന്റെ സമയത്ത് നിങ്ങളുടെ പ്രത്യേകത. ദോബയിൽ നിന്ന് കിട്ടിയ അർത്തമീസ് അവർ വിഗ്രഹാരാധന, ഏതാണ്ട് 350 അടിയുള്ള വലിപ്പമുള്ള വിഗ്രഹം
അവിടെ വലിയ ആംഫി തിയേറ്റേഴ്സ് ഉണ്ട്. കൂടാതെ മന്ത്രവാദി, ലക്ഷങ്ങൾ വില വരുന്ന മന്ത്രവാദ പുസ്തകമൊക്കെ ഉണ്ടല്ലോ. മന്ത്രവാദികളുടെ കേന്ദ്രമാണ്. അർത്തമീസ് മഹാദേവിയുടെ ചൈതന്യം നിലനിൽക്കുന്ന അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് ഈ ദൈവത്തിന്റെ ദാസനോടെ ചെന്ന് മുഖത്തോട് നോക്കി. അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് പൗലോസ് എന്നപ്പോൾ അതിമീതെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദൈവത്തിന്റെ ദാസനെ നിറച്ചു. ദൈവത്തിന്റെ ദാസന്റെ അസാധാരണമായ അന്ധകാര വ്യാപാരമുള്ള സ്ഥലത്ത് ഈ ദൈവത്തിന്റെ അഭിഷേകം ചെന്നപ്പോൾ അസാധാരണമായ അഭിഷേകം ദൈവദാസനിൽ വന്നു. അദ്ദേഹത്തിന്റെ റുമാൽ തൊട്ടാൽ, ടൗവൽ തൊട്ടാൽ സൗഖ്യമായി. അദ്ദേഹത്തിന് ടൗവലിലൂടെ പോലെ ദൈവശക്തി ആവരിച്ചെങ്കിൽ വിരാധിപിടിക്കും ദൈവവൈദ്യരെ അഭിഷേകം പ്രാപിച്ച യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നിന്റെ മേൽ അവൻ അഭിഷേകം തരില്ലയോ? നീ കൈ നീക്കിയാൽ വിടുതൽ വ്യാപരിക്കില്ലയോ? അസാധാരണമായ അന്ധകാര വ്യാപാരം വ്യാപരിക്കുന്നിടത്ത് അസാധാരണമായ അഭിഷേകത്താൽ ദൈവം നിന്നെ നടക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി നീ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വ്യാപരിക്കുമ്പോൾ അസാധാരണമായ ദൈവശക്തിക്കായി നിന്നെ ഏൽപ്പിക്കും. അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മെ വെളിപ്പെടുത്തും. ഇന്ന് രാത്രി ദൈവകരം നമ്മെ തൊടുന്ന രാത്രിയാകട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കുന്ന രാത്രിയാകട്ടെ, സൗഖ്യം വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ, ദർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന രാത്രിയാകട്ടെ, ദൈവീയ വിടുതൽ ഏറ്റുവാങ്ങുന്ന രാത്രിയാകട്ടെ. ദൈവം ചെന്ന് ഉപയോഗിക്കാനായി പോവുകയാണ്. കർത്താവേ, എന്നെ തൊടണമേ, എന്നെ വ്യത്യസ്തനാക്കണമേ, ആൾ മാറിയവരെ പോലെ ആക്കണമേ എന്ന് എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ പ്രാപിച്ചതുപോലെ ഇതിനപ്പുറം വേണം. Your present situation is not your final destination. The best is yet not to come. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ അത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠ നേരിയ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് കുഞ്ഞെ ദൈവം നിന്നെ ഉപയോഗിക്കും. ആൾ മാറിയവനെ പോലെയാക്കും. ദൈവദാസ ദൈവം നിന്നെ ഉപയോഗിക്കും. കണ്ണട ചെയ്യും, ദൈവത്തോട് പ്രാർത്ഥിച്ച്. പൗലോസിനെ വ്യാപരിച്ച ദൈവശക്തി, ഫിലിപ്പോസിൽ വ്യാപരിച്ച ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഈ ആണ്ടിന്റെ അവസാനം അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. കൺവെൻഷൻ പുറത്തായിരുന്ന ഈ ദൂത് പ്രസംഗിക്കുന്നില്ല. ഈ ദൂത് ഇവിടെ പ്രസംഗിക്കപ്പെട്ടെങ്കിൽ ചില യുവാക്കന്മാരെ, ചില യുവതികളെ ദൈവം എടുത്തുപയോഗിക്കാൻ ആഗ്രഹിക്കും. നിന്റെ നാവിന്മേൽ അഭിഷേകം വ്യാപരിക്കും, നിന്റെ കൈമേൽ അഭിഷേകം വ്യാപരിക്കും. നീ ശാസിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കും. എന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ എന്നെ സമർപ്പിക്കുന്നു. ഓർത്താവേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ വ്യത്യസ്തനാക്കണമേ എന്ന് ദിവസം സമർപ്പിക്കുന്നവർ കരങ്ങൾ എത്തിപ്പിടിച്ചാൽ എന്നെ സമർപ്പിക്കുന്നു. നിന്റെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിന്റെ കരയിൽപ്പുറവട്ടെ തുടങ്ങണമേ, നിന്റെ ശക്തിയോടെ വ്യാപരിക്കണമേ, അഭിഷേകത്താൽ നടക്കണമേ, പുതുഭാഷകളുടെ ആരാധിക്കട്ടെ, കൃപാവരങ്ങൾ നൽകണമേ, ദർശനങ്ങൾ പ്രാപിക്കട്ടെ. യുവാസപ്രാപ്തം തീരും മുമ്പ് വലിയ ആത്മപ്രവാഹം ഉണ്ടാകട്ടെ, അഗ്നിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ, പുറത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. എന്റെ കരവരെ തൊടുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗായകസ മുമ്പോട്ട് വന്നാണ്. മക്കളെ, നിങ്ങളെല്ലാം ഇനി മുമ്പോട്ട് പോലെ സഹോദരി സഹോദരൻ കുറച്ച് അവിടെ നിന്നിപ്പോലെ